പുതിയ വൈബും പുതിയ സ്റ്റൈലും തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കളക്ഷൻ ഓഫ് ബാഗ്സ് ഒരിടത്ത്. അതെ, നമ്മുടെ സ്വന്തം ബാഗ് ബസാർ. കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയ ട്രെൻഡി ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ. കളർഫുൾ, ഡ്യൂറബിൾ, സ്റ്റൈലിഷ്. വെക്കേഷൻ ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും യാത്രകളെ കൂളാക്കാൻ വേണ്ട എല്ലാത്തരം ട്രാവൽ ബാഗുകളും ഇവിടെ റെഡി. വീൽഡ് ട്രോളികൾ, ഡഫൽ ബാഗുകൾ, ബാക്ക് ബാഗുകൾ. ഏത് യാത്രയ്ക്കും മികച്ച ബാഗുകൾ ബാഗ് ബസാറിൽ നിന്ന് തിരഞ്ഞെടുക്കൂ. ട്രെൻഡി ലേഡീസ് ബാഗുകൾ, നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചായ ക്ലച്ചുകൾ, സ്ലിംഗ് ബാഗുകൾ, സ്റ്റൈലിഷ് ടോട്ട് ബാഗുകൾ. ട്രെൻഡി ഫാഷൻ ലോകത്തെ ന്യൂജൻ ബാഗുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാ സൈസിലും കളറിലും ഫിനിഷിലുമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ. സ്കൂൾ, ട്രാവൽ, ഫാഷൻ. ബാഗ് ഏതായാലും അഡ്രസ് ഒന്നേയുള്ളൂ: പയ്യന്നൂർ ബാഗ് ബസാർ. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉറപ്പ്. ഇന്ന് തന്നെ വരൂ, നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ് സ്വന്തമാക്കൂ. ബാഗ് ബസാർ, സ്റ്റൈലിഷ് ലൈഫിനായുള്ള നിങ്ങളുടെ ബാഗ് പാർട്ട്ണർ. നമസ്കാരം. ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് ശതമാനമാണ് പലയിടത്തും രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ആകെ 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇത്തവണ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് 941 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കും 87 നഗരസഭകളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് കാണാൻ സാധിച്ചത്. ഗ്രാമീണ മേഖലകളിൽ സ്ത്രീ വോട്ടർമാരടക്കം വലിയ ആവേശത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. പല ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. നഗരകേന്ദ്രങ്ങളിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വോട്ട് ചെയ്യാനെത്തിയവരുടെയും മുതിർന്ന പൗരന്മാരുടെയും തിരക്കനുഭവപ്പെട്ടു. യുവാക്കളും കന്നി വോട്ടർമാരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തികരമാണ്. വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. പോളിംഗ് അവസാനിക്കുന്നതോടെ കേരളത്തിലെ പ്രാദേശിക ഭരണത്തിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ചിത്രം വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വന്തം നാട്ടിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 9ാം വാർഡ് ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വോട്ട് രേഖപ്പെടുത്തലിൽ ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്. ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്റെ വോട്ട് കടന്നപ്പള്ളിയിൽ നിന്ന് മാറ്റിയിട്ടേയില്ല. മറ്റ് പല ജനപ്രതിനിധികളും മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെയോ താമസിക്കുന്ന സ്ഥലങ്ങളുടെയോ സൗകര്യത്തിനായി സ്വന്തം വിലാസം മാറ്റി സ്ഥാപിക്കാറുണ്ട്. എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ കീഴ്വഴക്കത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. നമ്മുടെ ഈ നാട് എന്ന് പറയുമ്പോൾ ആ നാട്ടിൻ്റെ പേരിൽ കൂടി അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു വലിയ പുതുപ്രവർത്തനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ജീവിതവുമായി ഏറെ ആത്മബന്ധമുള്ളതാണ്. നമ്മുടെ ഈ നാട് എൻ്റെ അച്ഛൻ്റെ തറവാട് വീട്, അച്ഛൻ്റെ സഹോദരങ്ങൾ, വണ്ണാത്തിപ്പുഴ, എടമന UP സ്കൂൾ, അത് കഴിഞ്ഞ് മാടായി ഗവൺമെൻറ് ഹൈസ്കൂൾ, അത് കഴിഞ്ഞാണ് SN കോളേജ്. SN കോളേജ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ വീട് കണ്ണൂരിലാണ്, തന്നട ചെമ്പരോട് പഞ്ചായത്ത്. ഇവിടെ പോകുന്നു. അങ്ങനെ ഇവിടെ ഈ നാട് എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ എല്ലാ ആത്മബന്ധങ്ങളും എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ തിരിച്ചുപോയ അച്ഛനും കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം, ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ വിശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിത ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട് കൂടിയായിരുന്നു നമ്മുടെ നാട്. അതുകൊണ്ടാണ് അത്രയേറെ ജനങ്ങളോട് സമ്മതിക്കാനും സ്നേഹിക്കാനും ജനങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ഒരു മകനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, സഹപ്രവർത്തകനെ പോലെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും വോട്ട് മാറ്റിയിട്ടില്ല ഇദ്ദേഹം. ഈ നിലപാട് അദ്ദേഹത്തിന് സ്വന്തം നാടുമായും അവിടുത്തെ ജനങ്ങളുമായുമുള്ള ആഴത്തിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം വേരുകളോടുള്ള കൂറും പ്രാദേശിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിലെ താല്പര്യവുമാണ് ഇദ്ദേഹത്തിന്റെ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. നാട്ടുകാരുമായി സൗഹൃദം പങ്കുവച്ച ശേഷമാണ് അദ്ദേഹം ബൂത്തിൽ നിന്ന് മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും 95-ലെ വിജയം ആവർത്തിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ചെറുതാഴം സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പറഞ്ഞു.
1995 വിജയം ഇടതുമുന്നണി ഇത്തവണ ആവർത്തിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ചെറുതാഴം സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ 9.5 വർഷമായി ഇടത് സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തിയത്. ക്ഷേമ വികസന രംഗത്തെ ഈ മുന്നേറ്റം വോട്ടർമാർ തിരിച്ചറിയും. ഈ വികസനം തീർച്ചയായും വോട്ടായി മാറും. PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഭരിക്കുമ്പോൾ ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളത്തിൽ ലഭിച്ചു. എല്ലാ ജില്ലാ പഞ്ചായത്തുകളും, മലപ്പുറം ഒഴികെയുള്ള ജില്ലാ പഞ്ചായത്തുകളെല്ലാം, അതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം, നഗരസഭകളിലും മിക്കവാറും എല്ലാം LDF വിജയിച്ചു വന്ന ഒരു ചരിത്രമാണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള 6 മാസത്തിന് ഉള്ളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നേടി. 100 സീറ്റ് നേടിക്കൊണ്ട് കേരളത്തിൽ LDF വിജയം കൊയ്തു. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി സഖാവ് EK നായനാർ ആയിരുന്നു പിന്നെ മുഖ്യമന്ത്രിയായി വന്നത്. ആ ഘട്ടത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വികേന്ദ്രീകൃത ആസൂത്രണവും പദ്ധതി വിഹിതത്തിന്റെ 40% ഫണ്ടും കൊടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആശ്വാസത്തോടെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് LDF സർക്കാരാണ്. അത് തൊട്ട് ഇങ്ങോട്ട് ഇടക്കാലത്ത് UDF ഗവൺമെന്റ് വരുമ്പോൾ പദ്ധതി വിഹിതം കുറയും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പണം കൊടുത്തത് LDF UDF ഒന്നും നോക്കിയിട്ടൊന്നല്ല. കേരളത്തിൽ എല്ലാ പഞ്ചായത്ത് നഗരസഭകൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യവും സംവിധാനവും ഒരുക്കിയത് LDF സർക്കാരാണ്. ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയിലും സർക്കാരിന്റെ വികസന നേട്ടത്തിലുമുള്ള ആത്മവിശ്വാസം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വോട്ട് രേഖപ്പെടുത്താനായി മകൻ സുധീർ നമ്പ്യാരും PK ശ്രീമതി ടീച്ചർക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടക്കുന്ന വോട്ടെടുപ്പ് രാവിലെ മുതൽ മന്ദഗതിയിൽ പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമല്ല. സാധാരണയായി തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ തന്നെ അനുഭവപ്പെടാറുള്ള ആവേശം ഇത്തവണ പല ബൂത്തുകളിലും കുറവാണ്. പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ പോലും വോട്ടർമാർ വളരെ കുറഞ്ഞ സംഖ്യയിലാണ് എത്തിച്ചേരുന്നത്. പലയിടത്തും വോട്ടർമാർ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ബൂത്ത് ഏജന്റുമാരും വ്യക്തമാക്കുന്നത്. കാർഷിക മേഖലകൾ കൂടി ഉൾപ്പെടുന്ന പഞ്ചായത്തായതിനാൽ രാവിലെയുള്ള തിരക്കുകൾ ഒഴിഞ്ഞ ശേഷം ഉച്ചകഴിഞ്ഞും വൈകുന്നേരത്തോടും കൂടി കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്കും വോട്ടെടുപ്പ് ഊർജിതമാകുമെന്നും മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ. സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പഞ്ചായത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൂടുതൽ ഇലക്ഷൻ വാർത്തകളുമായി വരും മണിക്കൂറുകളിൽ കാണാം. നന്ദി, നമസ്കാരം.